ഞങ്ങളുടെ സമുദായത്തിലെ നിസ്കാരക്കാരെന്ന് പറഞ്ഞെങ്കിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആ തസ്തിക പോലെയാണ്. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കുറെ ഇല്ലേ, SP, ASP, IG, DIG, പിന്നെ SI, ASI ഇല്ലേ. അതേപോലെ ഞങ്ങളെ നിസ്കാരക്കാർ SP, DSP, PSP തിരിഞ്ഞിട്ടേ. DSP ഡെയിലി സലാത്ത് പാർട്ടി, അവൻ എപ്പോഴും പള്ളിയിൽ കാണും, നിസ്കരിക്കും, പറയില്ല പള്ളിയിലാണ്. പിന്നെ ഉണ്ട് ചില മനുഷ്യന്മാർ JSP, ജുമാ സ്പെഷ്യൽ പാർട്ടി, വെള്ളിയാഴ്ച മാത്രം. പിന്നെ അതിന്റെ ഇടയിൽ പള്ളിയുടെ ഭാഗം മൂസിയിട്ട് നോക്കാൻ. ശരിക്കും നമുക്ക് ഡൗട്ട് ഉണ്ട്, നീ അടുത്ത ആഴ്ച തന്നെയാ വരുന്നത്. PSP ഉണ്ട്, PSP പെരുന്നാൾ പാർട്ടി. അവൻ അപ്പൊരിക്ക വരും, സെന്ററിൽ ഇട്ടിട്ട് നല്ല അറബി കോട്ടലിൽ ഇട്ടിട്ട് വരും. ഉസ്താദ് അസ്സലാമു അലൈക്കും, മൈ ഡിയർ ബ്രൂ, അസ്സലാമു അലൈക്കും ബ്രൂ, ബ്രൂ നല്ലാക്കിട്ട് വരും. അങ്ങനെ ബ്രൂ നാക്കിട്ട് പോയ മനുഷ്യനെ പിന്നെ കണ്ടത് അടുത്ത കൊല്ലം ചെറിയ വരുന്നാക്കി. ഗൾഫിൽ പോയിട്ടാ, നാട്ടിലുണ്ടോ, പള്ളിന്റെ ഭാഗത്തേക്ക് മൂസിറ്റാ, ബാക്കി എല്ലായിടത്തും ഉണ്ടായിനോ, മന്തിന്റെ വീടിലുണ്ട് എപ്പോഴും, എല്ലാ സമയത്തും ഉണ്ടാണ്, ക്ലബിലുണ്ട്, അവന്റെ യൂത്ത് വിങ്ങിന്റെ ഓഫീസിലുണ്ട്, ക്യാരം ബോർഡ് ചുട്ടുന്ന സ്ഥലത്തുണ്ട്, കളികളത്തിലുണ്ട്, ഗ്രൗണ്ടിലുണ്ട്, ഹെഡ്ലൈറ്റ് മാച്ച് നടക്കുമ്പോ അവിടെയുണ്ട്, ഡേ നൈറ്റ് മാച്ച് നടക്കുമ്പോ അവിടെയുണ്ട്. എല്ലാത്തിലും ഉണ്ടെന്ന് മാത്രമല്ല, ഡേ നൈറ്റ് മാച്ച് സംഘടിപ്പിച്ചതിന്റെ മൈൻ മാനേജർ തന്നെ ഉണ്ടെന്ന് മാത്രമല്ല, ഓനെന്നെ എന്റെ ആള്. എന്നിട്ട് പള്ളിന്റെ ഭാഗത്തില്ല. ഞാൻ ആക്ഷേപിക്കുന്നതല്ല. ഇങ്ങനെ ഒരു മനസ്ഥിതി, ഈ ഒരു ചിന്താഗതി, ഈ ഒരു സ്റ്റൈല് ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലാഹു തആല അയച്ച കൊറോണ എന്ന പരീക്ഷണത്തെ തിരിച്ചു വിളിക്കാത്തത്. നോക്കല്ല, നിങ്ങൾ വന്ന കൊറോണ പോയാ ഞമ്മന്ത് പറഞ്ഞേ, ഞമ്മ കഴിഞ്ഞ കൊല്ലം എന്ത് ചെയ്യില്ലേ, അടുത്ത കൊല്ലം ശരിയാവും, അടുത്ത കൊല്ലം നോമ്പുമ്പോ എല്ലാം ക്ലിയർ ആവും. ഈ കുറി മാത്രം ഇങ്ങനെ, ഈ കുറി കിറ്റിൽ തന്നെ പോണം, പയറും പച്ചപ്പയറും ആയിട്ട്. അടുത്ത കൊല്ലം ശരിയാവും. ഇതിപ്പോ കൊല്ലം 3 എന്താ ഇപ്പോ പോയാ ഇല്ല, ഞമ്മ നേരായില്ല. ഞമ്മ നേരാവാതെ അല്ലാഹു ഞങ്ങളെ നേരെ ആക്കാതെ, ഞങ്ങൾ മാറാതെ, ഞങ്ങളെ മാറണമെന്ന് ചിന്തിക്കാതെ അല്ലാഹു ഞങ്ങളെ മാറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത്, പഴയ കാലം, നല്ല കാലം, നല്ലവർ ജീവിച്ച കാലം. സുബ്ഹാനല്ലാഹ്, കൊറോണയില്ല, ഗുലുമാലില്ല, ഹാർട്ട് അറ്റാക്ക് ഇല്ല, ആക്സിഡന്റുകളില്ല, ക്യാൻസർ ഇല്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല, ദുഃഖങ്ങളില്ല, ദാരിദ്ര്യങ്ങളില്ല. ചക്കക്കുരു തിന്നിട്ട് ജീവിക്കുന്ന കാലമാണെങ്കിലും സന്തോഷത്തിന്റെ നാള്, റാഹത്തിന്റെ നാള്, പ്രയാസങ്ങളില്ല. എന്തുകൊണ്ട്? അന്ന് ജീവിച്ച മുഅ്മിനീങ്ങൾ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചവരാണ്, ദീനറിഞ്ഞ് ജീവിച്ചവരാണ്, മതമറിഞ്ഞ് ജീവിച്ചവരാണ്, ഖുർആൻ അറിഞ്ഞ് ജീവിച്ചവരാണ്, ധാരാളം അമലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അന്ന് നല്ല കാലമായിരുന്നു. കാശില്ല എന്നാലും റാഹത്തായിരുന്നു, സൗകര്യങ്ങളില്ല എന്നാലും റാഹത്തായിരുന്നു, സഞ്ചാര സൗകര്യങ്ങളില്ല എന്നാലും പോണ്ട സ്ഥലത്തേക്കെല്ലാം അവർ പോയിരുന്നു. ഇതേ നാട്ടിൽ നിന്ന് കച്ചവടത്തിന്, ബിസിനസ്സിന്, പച്ചക്കറി കൊണ്ടുവരാന്, മീന് കൊണ്ടുവരാന് കേരളത്തേക്കും കുമ്പളക്കും നടന്നുകൊണ്ട് പോയിട്ട് ഉച്ചക്കെത്തിയ മനുഷ്യന്മാരില്ലേ പണ്ട് കാലത്ത്. നോക്കുമ്പോ ഇപ്പൊ ഈടുന്ന് ഈ അടുത്ത സ്ഥലത്ത് ഇതിന്റെ അടുത്ത സ്ഥലമാകുന്ന അടിനടക്കത്തേക്ക് നടക്കട്ടില്ല. ഓന് നടുനൊമ്പല, ഓന് ഞരമ്പ് വലിക്കുന്ന, ഓന് കടയുന്ന, അല്ലേ 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 നിങ്ങൾ എന്താ അങ്ങോട്ട് നോക്കുന്ന? നിങ്ങൾ എന്നെ നോക്കി ഇല്ല, പഴയതുപോലെയുള്ള ആ ഒരു റാഹത്തിനില്ല. നമ്മൾ അള്ളാഹനെ മറന്നപ്പോ അള്ളാഹു ഞങ്ങളെയും മറന്നു. അള്ളാഹു ഞങ്ങളെ ഓർക്കില്ല. അള്ളാന്റെ ദീനെ ഞങ്ങൾ പുറംകാല് കൊണ്ട് തട്ടിയെറിഞ്ഞു. അവന്റെ ദീനിന്റെ ആചാരങ്ങൾ ഞങ്ങൾ തട്ടിയെറിഞ്ഞു. പല ഹറാമുകളും ഞങ്ങളെ കാഴ്ചപ്പാടിൽ ഇത് ഹറാമല്ല. ആണോ? പണ്ടല്ല ഒരു ഫിലിം നോക്കണമെങ്കിൽ TV ഇല്ല, മൊബൈലില്ല, MB ഇല്ല, യൂട്യൂബില്ല, എന്തുമില്ല. ഒരു ഫിലിം നോക്കണമെങ്കിൽ മനുഷ്യന്മാർ കട്ടിട്ട് ഏടെല്ലാം പായുന്നു തിയേറ്ററിലേക്ക്, മംഗലാപുരത്തേക്ക്, കോഴിക്കോട്ടുകല. എന്നിട്ട് തന്നെ അറിഞ്ഞെന്താവും, നാട്ടുകാർ അറിഞ്ഞെന്താവും, പാപ്പറിഞ്ഞെന്താവും, ഫിലിം നോക്കുന്നതല്ലേ ഹറാമല്ലേ, ഹറാം. ഇന്ന് ഉള്ളന്നെ ഇല്ലേ, ഓൻ ചിල්ഡ് തന്നെ. അത് ഒന്ന് കഴിഞ്ഞ പിന്നൊന്ന് ജയറാമ കഴിഞ്ഞ ദിലീപ് കഴിഞ്ഞ മമ്മൂട്ടി. ഇന്നിപ്പോ ഫിലിം ഹറാമും ചെല്ലുമ്പോൾ മനുഷ്യൻ മറന്നുമ്പോ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ബുഖാരിന്റെ ഹദീസാണ്. മഹാനായ അനസ് തങ്ങൾ പറയുന്നുണ്ട്, മുസ്തഫായ നബി തങ്ങളുടെ കാലത്ത് ഞങ്ങളതാ സന്തോഷമായി കണ്ടിരുന്ന കാര്യം സത്യത്തിൽ സന്തോഷങ്ങളല്ല, ചെറുദോഷങ്ങളാണ്, അല്ലെങ്കിൽ കറാഹത്തുകളാണ്. അതാ ഇന്ന് യഥേഷ്ടം ചെയ്യുന്നോ മനുഷ്യന്മാർ. ഹബീബായ നബി തങ്ങളുടെ കാലശേഷം, നബി തങ്ങളുടെ കാലത്ത് ജനങ്ങൾ പേടിച്ചിരുന്ന പല കാര്യങ്ങളും, തെറ്റായി ദൂരപ്പെടുത്തിയിരുന്ന പല കാര്യങ്ങളും,
കറാഹത്താണ് എന്ന് പറഞ്ഞിട്ട് മാറ്റിയിരുന്ന പല കാര്യങ്ങളും, ഹറാമാക്കിയിട്ട് മാറ്റിവെച്ചിരുന്ന പല കാര്യങ്ങളും പിന്നീട് അതാ ജനങ്ങൾ അതുമായിട്ട് ഇടപെടാൻ തുടങ്ങിയപ്പോ, അതുമായിട്ട് അങ്ങനെ വ്യാപൃതരായപ്പോ, ഹറാം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായപ്പോ, കറാഹത്തിന്റെ ഗൗരവം കുറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്, കുന്നാ നഉദ്ദുഹാ ഫീ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ മുബിഖാത്ത്. തങ്ങളുടെ കാലത്ത് ഞങ്ങളത് ഘോരപരാധമായിട്ട് കണ്ടിരുന്നു, വലിയ അപരാധമായിട്ട് ഞങ്ങളത് കണ്ടിരുന്നു. ഇന്നാണെങ്കിലോ അതൊരു അപരാധമല്ല, തെറ്റല്ല. ഇന്നത് യഥേഷ്ടമാണ്, ഇന്ന് വ്യാപകമാണ്, ഇന്ന് ജനങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ അയാൾക്കതൊരു ഷോ ആണ്. അതില്ലെങ്കിലോ അത് പറഞ്ഞാലോ അതിനെതിരെ സംസാരിച്ചാലോ പറയുന്നവൻ പഴഞ്ചനാണ്. ദീനിന്റെ കാഴ്ചപ്പാടുകളും നിലപാടുകളും പഴഞ്ചനാണ്. വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യന്മാരെ ചിന്താഗതി അങ്ങനെയാണ്. ഞങ്ങളെ ചെക്കന്മാരെ മുടി കണ്ടില്ലേ, തലന്റെ ഹെയർ സ്റ്റൈലിന്റെ കോലം കണ്ടില്ലേ, ബാല്യക്കാര മുടിന്റെ കോലം ഒന്ന് നോക്കോ. ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ കുഞ്ഞുമായിട്ട് വരികയാണ്. ഏകദേശം ചെറിയ വയസ്സുള്ള കിടാവ, വലിയ ബാല്യക്കാരനല്ല, മൂത്ത ചെറുപ്പക്കാരനല്ല, എന്നാലും ചെറിയ മുല കുടിക്കുന്ന കുഞ്ഞല്ല, നടക്കുന്ന കുഞ്ഞ്. അങ്ങനെയുള്ളൊരു കുഞ്ഞുമായിട്ട് മുത്തുനബി തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ കിടാവിന്റെ മുടിയതാ ഒരു സൈഡ് ഫുള്ളെടുത്തിട്ട് നടുവിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. റോപ്പ് ഞങ്ങളെ ഇന്നത്തെ ചെക്കന്മാരുടെ സ്റ്റൈല് അല്ലേ. ഇപ്പൊ ചെറുക്കന്മാരെ മുടിന്റെ കോലം കണ്ടേനി നോക്കണ്ട, ആരും നോക്കണ്ട. തൊപ്പി നോക്കണം, തൊപ്പി വെച്ചോണ്ടാണ് മുന്നേ നോക്കണ്ടേ. ഓരോരുത്തന്റെ മുടിന്റെ കോലം കണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്. ചില ആണുങ്ങൾ ചില ബാല്യക്കാരെ കാണുമ്പോ ആണ പെണ്ണാന്ന് തന്നെ തിരിയുന്നില്ല. ബാക്കിൽ നിന്ന് അയാൾ എതിരിൽ പോയെങ്കിൽ ഞങ്ങൾക്ക് അയാളെ ബാക്കിൽ നടക്കുമ്പോൾ ഒരു സലാം ചെല്ലാൻ പേടിയാണ്. എന്താ കാരണം? ചിലപ്പോ ആണ പെണ്ണ അത്ര മുടി വളർത്താം. ഇസ്ലാമിൽ മുടി വളർത്താൻ പാടില്ല, ഹറാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മുടി വളർത്തുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനെ പോറ്റയും പോണം. എണ്ണ ഇടണം, അതിനെ വാരണോ, പെരടി വരെ വളർത്തിയിട്ട് അതിൻ്റെ അപ്പുറം കട്ടാക്കണം. ഞമ്മ എണ്ണ ഇടുന്നില്ല, വാരുന്നില്ല. ഷാമ്പൂവും ഉള്ള ക്രീമും പന്നിന്റെ മജ്ജയെല്ലാം തേച്ച് പിടിച്ച് ഏതെല്ലാം കോലത്തിന് മുടി വെച്ച്. ചില മനുഷ്യന്മാർ അങ്ങനെ, ചില മനുഷ്യന്മാരിതാ കറണ്ട് ഷോക്ക് അടിച്ച മാതിരി. ഓനെ കാണുമ്പോൾ ഓൻ ദൂരത്ത് വരുന്ന കാണുമ്പോൾ എൻ്റെ വിചാരിക്കണം കാട്ടി വന്നി വരുന്നത്. ഞാൻ നാട്ടുപന്നിയല്ല, കാട്ടി വന്നി അല്ല. ഞാൻ ഭാഷ കുറച്ച് കടുപ്പിച്ചതുകൊണ്ട് നിങ്ങൾ ബേജാറാണ്ട. അതിന് പിന്നെ അങ്ങനല്ലേ നാഞ്ചലം. അവന്റെ കോലം കാണുന്നില്ല നിങ്ങൾ. സത്യത്തിൽ ഇസ്ലാമിന് മുടി വെക്കുന്ന ഒരു രൂപം പറഞ്ഞിട്ടില്ലേ ഇസ്ലാമിൽ? ഏതിനാ നിയമം പറയാത്ത? ഏത് കാര്യമാണ് ഇസ്ലാം വിട്ടുപോയത്? അക്കൂസിലെ കിടക്കുമ്പോ ഏത് കാലം മുന്തിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഏത് കാലം വെക്കണമെന്ന് ഇസ്ലാം പറഞ്ഞു. പള്ളിയിലെ കിടക്കുമ്പോ ഏത് കാലം മുന്തിക്കണമെന്ന് ദീന് പറഞ്ഞു. രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചോ? ഇസ്ലാം പറയാത്ത ഒരു കാര്യവുമില്ല. അപ്പൊ ഞങ്ങളെ മുടി വളർത്തലിന്റെ കാര്യവും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ആണെങ്കിൽ അതുപോലെ വളർത്തണോ. ഇസ്ലാം പറയാത്ത ഒരു കാര്യവുമില്ല. ഇതുവരെ ഉറങ്ങാൻ വേണ്ടി പോകുന്ന നേരം എങ്ങനെ ഉറങ്ങണമെന്ന്, ഏത് രീതിയിൽ ഉറങ്ങണമെന്ന് പരിശുദ്ധരായ റസൂലുള്ളാഹി പറഞ്ഞു. മന്നറാദ ഇലാ ഫിറാശിഹി ഫല്ലംഫുഖ് ഫിറാശഹു. നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണോ? വിരിപ്പിലേക്ക് പോവുകയാണോ? മന്നറാദ ഇലാ ഫിറാശിഹി, ഉറങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഫല്ലംഫുഖ് ഫിറാശഹു, അവന്റെ പുതപ്പും അവന്റെ ഒല്ലിയും അവന്റെ പായയും ഒന്ന് കൊടയട്ടെ. ലായദിരി മാവറാ, ചുരുട്ടി വെച്ചതായ പായന്റെ ഉള്ളില്, ചുരുട്ടി വെച്ചതായ ഒല്ല് പുതപ്പിന്റെ ഉള്ളില്, ചുരുട്ടി വെച്ചതായ കമ്പിളി പുതപ്പിന്റെ ഉള്ളില് എന്തെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയില്ലല്ലോ. പാമ്പിന്റെ കുഞ്ഞുണ്ടോ തേളുണ്ടോ എന്നറിയില്ല. രാവിലെ ചുരുട്ടി വെച്ചതാണ്. ചുരുട്ടി വെച്ച അതേ കോലത്തിൽ പോയിട്ട് അതിന്റെ മുകളിലേക്ക് വീണ് ഉറങ്ങണ്ട. അത് മട്ടം പോലെ വന്ന് കൊടയണമെന്ന്, കൊടഞ്ഞിട്ട് വിരിച്ചു ഉറങ്ങണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇസ്ലാം പറയാത്ത പാഠമേതാ? ഇസ്ലാം പറയാത്ത പാഠമേതാ? ഇസ്ലാം പഠിപ്പിക്കാത്ത ആചാരങ്ങളേതാ? പെണ്ണിനോട് പറഞ്ഞല്ലോ, പെണ്ണ് നീ പുറത്തിറങ്ങുമ്പോ നിന്റെ തലയിലെ ഹിജാബ് വേണോ, നിന്റെ മുഖത്തിന് നിഖാബ് വേണോ? നിന്റെ തലന്റെ ഹിജാബ് മാറ്റാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല.
അത് കോളേജ് കമ്പൗണ്ടില് മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ എല്ലാ ഇടപെടലുകളിലും ഏതു നേരത്തും ശരീരം മുഴുവനും മറക്കേണ്ടവളാണ് പെണ്ണ്. ഉറൂസിന് വരുന്ന സമയത്ത് പോലും അവളെ ശരീരം മുഴുവനും മറക്കണം. അന്യപുരുഷന്മാർ കാണുന്ന ഒരവസ്ഥ, പരപുരുഷന്മാരുടെ സ്പർശനമോ ദർശനമോ ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മുടെ സമുദായത്തില് പെണ്ണിനോ ആണിനോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദീനവരോട് പറയുകയാണ്, പൊന്നുമോള് നിന്റെ ശരീരം നീ മറക്കണേ, അന്നര കാണരുത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത അന്ധനായ സഹാബിയാണ്. മുസ്തഫായ നബി തങ്ങളുടെ ജൂനിയർ മുഖ്രിയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ അസിസ്റ്റന്റ് ആണ്. ഹബീബായ നബി തങ്ങളുടെ മുഅദ്ദിനാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. മഹാനറദാ നബി തങ്ങളെ കാണാൻ വേണ്ടി വരുന്നു. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പിരിശപ്പെട്ട ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്, തന്റെ ഭാര്യയോട് ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം എന്ന പുരുഷൻ കടന്നു വരുന്നത്. അയാൾ അങ്ങനെ വരുമ്പോ, ആ സഹാബി തന്റെ പുരക്ക് അങ്ങനെ കടന്നു വരുമ്പോ ഹബീബായ നബി തങ്ങൾ ആയിഷയോട് പറയുകയാണ്, ആയിഷ ഒന്ന് മാറി നിൽക്കൂ, ആയിഷ കുറച്ചപ്പുറം പോ, ആയിഷ അന്യപുരുഷനായ നിനക്കൊരു ബന്ധവുമില്ലാത്ത അതാ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം വരുന്നു. ആണാണെന്ന് മാത്രമല്ല, അബൂബക്കർ തങ്ങളെ പോലെ, അബൂബക്കർ നിന്റെ ഉപ്പയാണ്, അബൂബക്കർ തങ്ങളെ പോലെ നിനക്ക് അയാൾ ബന്ധമില്ല. അയാൾ അന്യനാ, നിനക്ക് അയാൾ അന്യനാണ്. അയാൾ വരുന്നു. അതുകൊണ്ട് ആയിഷ നീ ഒരു സൈഡിലേക്കൊന്നും മറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിക്കുകയാണ്, പൊന്നാര നബിയേ, അയാൾക്ക് എന്നെ കാണുന്നില്ലാലോ, എന്തേ കാണുന്നില്ല? ടെൽ മീ, എന്തേ കാണുന്നില്ല? സുറും തന്നെ വേല തുടങ്ങേണ്ടി വരുവാന്ന്. എന്തേ കാണുന്നില്ല? കണ്ണ് കാണുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം തങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല. അയാൾക്ക് ആയിഷാനെ മാത്രമല്ല ആരെയും കാണുന്നില്ല. ലൈറ്റ് കാണുന്നില്ല, വെളിച്ചം കാണുന്നില്ല, ഇരുട്ട് കാണുന്നില്ല, രാത്രി കണ്ടില്ല, പകല് കണ്ടില്ല, ഒന്നും കാണുന്നില്ല. എല്ലാം ശൂന്യമാണ്, എല്ലാം നഗന്യമാണ്. ആയിഷ ഉമ്മ പറഞ്ഞു, നബിയേ, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം എന്ന പുരുഷൻ കടന്നു വരുമ്പോ ഞാൻ എന്തിന് സൈഡിലേക്ക് പോകണം നബിയേ, മറിഞ്ഞിരിക്കണം നബിയേ, വിരിക്കപ്പുറത്തേക്ക് പോകണം നബിയേ, അയാൾക്ക് എന്നെ കാണുന്നില്ലാലോ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ഉമ്മ ചോദിച്ചപ്പോ പൊന്നാര നബി തിരിച്ചു ചോദിക്കുകയാണ്, ആയിഷ അയാൾക്ക് നിന്നെ കാണുന്നില്ലെങ്കിലും നിനക്കയാളെ കാണാലോ, പാടില്ല. കാരണം അന്യപുരുഷന്മാരുടെ സ്പർശനം പാടില്ല, ദർശനം പാടില്ല. അന്യവരുള്ള വാട്സപ്പിൽ ഞങ്ങളെ പെണ്ണുങ്ങളെ ആഡ് ചെയ്യപ്പെടാനോ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹിന്റെ മഹാന്മാർ, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങള്, അവർ അള്ളാഹുവിന്റെ ലോകത്ത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ്. എല്ലാ സുന്നത്തും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിയവരാണ്, പ്രാവർത്തികമാക്കിയവരാണ്. നല്ലവേരും ഈശാത്തോളോതോരോവാല് 40 ാണ്ടോളം സുബ്ഹീത്തോളോതോവർ. ഇശാ നിസ്കാരത്തിനടുത്ത ഉളൂ കൊണ്ട് 40 കൊല്ലം സുബ്ഹി നമസ്കരിച്ചു. ആര്? മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഉറങ്ങിയില്ല, ഉളൂ മുറിയാതെ കണ്ട് സൂക്ഷിച്ചു. അതേ ഉളൂയിൽ അവർ അങ്ങനെ നിസ്കരിച്ചു. അത്ര കണ്ടവർ അള്ളാഹ്ക്ക് വേണ്ടി ഉറക്കം വിളിച്ചവരാണ്, ഉറങ്ങാതെ കണ്ട് ജീവിച്ചവരാണ്. മഹാന്മാർ അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായ ഇമാം ശിബിലി ഇല്ല, മഹാനാണ്. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്.
ആ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിലാണ്, സക്കറാത്തിന്റെ ഹാലിലാണ്, മരിക്കാൻ വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ നേരം അതാ ഇമാം ശിബിലി തങ്ങള് പൊട്ടി പൊട്ടി കരയുന്നു. മരണക്കിടക്കയില്, സക്കറാത്തിന്റെ ഹാലില്, അവസാന ശ്വാസം വലിക്കുന്ന നേരമാ ഇമാം ശിബിലി തങ്ങള് വല്ലാണ്ടങ്ങ് കരയുന്നു. ഞങ്ങളടിച്ച് കരയുന്നു, കണ്ണുനീർ വാർക്കുന്നു. അവിടെ ഒരുപാട് ആളുണ്ട്. ഇമാം ശിബിലി എന്ന മഹാനുഭാവന്റെ ചാരത്ത്, മഹാനുഭാവന്റെ അന്ത്യനിമിഷത്തിന് സാക്ഷികളാകാൻ അവരുടെ കുടുംബക്കാരുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്, സ്നേഹജനങ്ങളുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട്. സക്കറാത്തിന്റെ ഹാലിലായ നേരം, മരണക്കിടക്കയിൽ വെച്ചിട്ട് മരിക്കുന്ന നേരം, ഈ അവസാന സമയത്ത് ഇമാം ശിബിലി തങ്ങൾ വല്ലാണ്ടങ്ങ് കരയുന്നത് കണ്ടപ്പോ അവിടെ കൂടിയ ആരോ ചോദിച്ചു, തങ്ങള് ഇമാം ശിബിലി തങ്ങള് കരയുന്നതെന്ത്? സക്കറാത്തിന്റെ വേദനയാണോ? സക്കറാത്തിന്റെ നൊമ്പരം സഹിക്കാൻ കഴിയുന്നില്ല? സക്കറാത്തിന്റെ വരുത്തമാണോ? കരയുന്നതെന്ത് എന്ന് ചോദിച്ചപ്പോ ഇമാം ശിബിലി തങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയാ? അല്ല മോനെ, ഞാൻ കരയുന്നത് സക്കറാത്തിന്റെ വരുത്തം കൊണ്ടല്ല, മരണവേദന കൊണ്ടല്ല. എനിക്ക് മരണവേദനയില്ല, എനിക്കതുണ്ടെങ്കിലും ഞാനതറിഞ്ഞിട്ടില്ല, ഞാനത് കാര്യമാക്കുന്നില്ല. പിന്നെയോ ഞാൻ കരയുന്നത്, ഈ അവസാന സമയത്ത് ഞാൻ കരയുന്നത് എന്തറിയാ? പ്രായമായിട്ട് ഇതാ ഈ സമയം വരെ ഞാൻ കരയുന്നത്, ഇമാം ശിബിലി തങ്ങൾ പറയാണ്, ഞാൻ കരയുന്നത് മരണവേദന കൊണ്ടല്ല, സക്കറാത്തിന്റെ വരുത്തം കൊണ്ടല്ല, അതുകൊണ്ടല്ല ഞാൻ കരയുന്നത്. എനിക്ക് പ്രായമായ അന്നു മുതൽ, എനിക്ക് ബുദ്ധി വെച്ച അന്നു മുതൽ ഈ സമയം വരെ ഞാൻ ഒഴിവാക്കാത്ത സുന്നത്ത് നിസ്കാരമാണ് പാതിരാ നേരത്തുള്ള, നട്ടപ്പാതിര നേരത്തുള്ള 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം. ഞാൻ ഇന്നോളം ഒഴിവാക്കിയവനല്ല, പ്രായമായ അന്ന് തൊട്ട് ഇതുവരെ ഞാനത് ഉപേക്ഷിച്ചവനല്ല. പക്ഷേ ഞാനങ്ങ് മരിച്ചു പോയാൽ, ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ എനിക്കെനത് നിർവഹിക്കാൻ കഴിയില്ലല്ലോ, ആ സുന്നത്തെടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, ആ സുന്നത്ത് നഷ്ടപ്പെടുമല്ലോ. അതോർത്തിട്ട് ഞാൻ കരയുകയാണ്. ഇമാം ശിബിലി, ഇമാം ശിബിലി, ഇമാം ശിബിലി മരണക്കിടക്കയിൽ വെച്ചിട്ട് കരഞ്ഞതെന്തിനറിയാ? തഹജ്ജുദാകുന്ന സുന്നത്ത് നിസ്കാരം എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന ബേജാറില്. ഞാൻ മരിച്ചെങ്കിൽ എനിക്ക് പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, എന്തൊരു ബേജാറ് അല്ലേ? അതാണ് മഹാന്മാർ. അതുകൊണ്ട് തന്നെയാണ് ആ മഹാന്മാർ ഇന്നും നമ്മുടെ താവിന്റെ തുമ്പത്തും കൽവിന്റെ അകത്തും ഇങ്ങനെ ബാക്കിയായത്. ഞാൻ മരിച്ചു പോയാൽ എനിക്ക് സുന്നത്ത് നഷ്ടപ്പെടുമല്ലോ. ഞമ്മളോ നമുക്ക് സുന്നത്തുമില്ല, നമുക്ക് ഫർളുമില്ല, നാളെ മരിക്കൂ എന്ന ബോധവും ഇല്ല. 87 വയസ്സായ വയസ്സനായ ഒരു മനുഷ്യനെ കണ്ട് 4 ദിവസം പിന്നെ ചങ്ങായി പൊര കെട്ടുന്നുണ്ട്, 67 ലക്ഷത്തിന്റെ പൊര. അയാൾക്ക് വയസ്സ് 86, 87. തെറ്റൊന്നുമില്ല. എന്നാലും ഇനി ആർക്ക്, ഇനി എപ്പൊക്ക്? ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷത്തിന് 1 മാസത്തിനെ പോലെ ജീവിക്കണ്ടേ? ഇനി ഇത്രയെല്ലാം ചെലവിട്ടല്ലേ? അതിനവസരം ഉണ്ടാവോ? ഉദർ ജിന്ദഗി കാ ദുൽഹൻ ബനേഗാ, ഇധർ ജിന്ദഗി കാ ജനാസ ഉഠേഗാ. ഇതിനെന്ത് ഗ്യാരണ്ടി? ഇതിന് ആർക്ക് ഗ്യാരണ്ടി? അവിടെ ഏതാ പുതിയാപ്പള ഒരുപാട് സുന്ദര മനോഹര മോഹന വാഗ്ദാന സ്വപ്നങ്ങളുമായി പുതിനാട്ടിയുടെ ചാരത്തേക്ക് മണിയറയിലേക്ക് ചെല്ലാൻ വേണ്ടി പോകുമ്പോ ഇധർ ജിന്ദഗി കാ ജനാസ ഉഠേഗാ. ഇവിടെ ഏതാ ഒരാള് പള്ളിപ്പറമ്പിലേക്ക് എടുക്കുകയാണ്, ഒരു ജനാസ കൊണ്ടുപോകപ്പെടുകയാണ്. ഇന്നയാൾ, നാളെ ഞാൻ, അല്ലെങ്കിൽ നിങ്ങള് ആ ഒരു ബോധത്തോടെ വേണേ എപ്പോഴും ആ ഒരു ബോധത്തോടെ ജീവിക്കണോ. കുൻഫി ദുനിയാ കഅന്നക ഗരീബ് വഅബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഹബീബുനാ റസൂലുള്ളാഹി
ഹബീബുനാ റസൂലുള്ളാഹി കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ അതാ പള്ളിപ്പറമ്പിലെ ഖബറാളികളുടെ ലിസ്റ്റിൽ നിന്നെയും നീ എണ്ണടാ. അവിടെ 113 ഖബറുണ്ടെങ്കിൽ 114ാമത്തെ ഖബർ എന്റേതാണ് എന്ന് നീ ഉറപ്പിക്കണോ? 319 ഖബറുണ്ടെങ്കിൽ 320ാമത്തെ മയ്യത്ത് എന്റേതാകാം എന്നുള്ള ചിന്ത നിനക്ക് വേണം. 6720ാമത്തെ ഖബറാണ് അവിടെയുള്ളതെങ്കിൽ 6721ാമത്തെ ഖബർ അത് എന്റേതാകാം, അത് ഞാനാണ് എന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും വേണം. ആ രീതിയിൽ ജീവിക്കണേ. എപ്പോഴും മരിക്കാലോ, ഏത് സമയത്തും മരിക്കാല. മരണത്തിന് പ്രത്യേക സമയമില്ല, പ്രത്യേക നേരമില്ല, അതിന് പ്രത്യേകമായ പെർമിഷന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ സഹോദര, നശ്വരമായ ഈ ലോകം, നൈമിഷികമായ ഈ ലോകം, കുറഞ്ഞ കാലത്തേക്ക് മാത്രമല്ല അനുവദിച്ച ഈ ലോകം, ഇത് അല്ലാഹുവിന് വേണ്ടിയുള്ളതാക്കണം. ഇത് ഇബാദത്തുകളെ കൊണ്ട് മധുരമുള്ളതാക്കണം. കഴിവിന്റെ പരമാവധി നല്ലോണം ഇബാദത്തുള്ളവരാകണം. ഏറ്റവും ചുരുങ്ങിയത് 5 നേരം നിസ്കരിക്കണോ, കളവ് പറയണ്ട, റമളാനിന്റെ നോമ്പ് വേണം, ഇത്യാദി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏതായാലും വേണം. ഇനിയിപ്പോ നോമ്പ് വരാൻ പോന്നു. നമുക്ക് നോമ്പ് വരുന്നതിന് നമ്മുടെ ചിന്ത എന്ത്? സമൂസ, പൊരിച്ചത്, വേവിച്ചത്, മഞ്ഞ, പച്ച. തന്നെ ചില മനുഷ്യന്മാർ കേൾക്കുന്നുണ്ടോ ഫോണാക്കിയിട്ട്, ഉസ്താദെ ഈ കുറി പെരുന്നപ്പാവും നോമ്പപ്പാവും, പെരുന്നപ്പാവും. നോമ്പും കാര്യമൊന്നും നമുക്കൊരു വിഷയമല്ല. മഹാന്മാരുടെ ജീവിതത്തിൽ എപ്പോഴും നോമ്പ് തന്നെയാണ്. അല്ലെങ്കിലും ഈ മാസമൊക്കെ ഇനിയിപ്പോ മറ്റേ ഇൻഷാ അല്ലാഹ് റജബ് 27 നോമ്പ് സുന്നത്തല്ലേ അല്ലേ? എല്ലാ ഇമാമിങ്ങളും കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസും ഉണ്ട്. ഒരാൾ റജബ് 27 സുന്നത്ത് നോമ്പ് നോറ്റാൽ അയാൾ പിന്നെ 60 മാസം നോമ്പ് നോറ്റ പോലെ നോമ്പ് നോറ്റ പ്രതിഫലമുണ്ടെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹി. ഒരുപാട് ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ പറഞ്ഞതാണ് നോമ്പ് സുന്നത്തുണ്ടെന്ന്. എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നോമ്പ് മറ്റൊന്ന് ആരും മറക്കണ്ട. എല്ലാ നോമ്പും പിടിക്കാൻ നമുക്ക് സമയമില്ല, നമുക്കതിന് സമയമില്ല, നമുക്കതിന് ആഗ്രഹവും ഇല്ല, നമുക്കതിനോട് താല്പര്യവും ഇല്ല. എന്നാലും കിട്ടുന്ന ചാൻസ് ഒഴിവാക്കണ്ട, അല്ല ഉസ്താദ് നല്ലോണം പട്ടിണി കിടക്കണ്ടേ, പൈച്ചിട്ടിരിക്കണ്ടേ? അല്ലെങ്കിൽ ഞങ്ങൾ നോമ്പ് നോക്കിയില്ലെങ്കിലും ഇന്നത്തെ കാലത്ത് പട്ടിണി എന്നതൊരു ഫാഷനാണ്. ഇനിയിപ്പോ രാവിലെ കട്ടൻ ചായ കുടിച്ചിട്ട് ഇറങ്ങിയെങ്കിൽ പിന്നെ എന്തെങ്കിലും ഞണ്ണുന്നത് ചപ്പുന്നത് വൈകുന്നേരം രാത്രിയാണ്. ഉച്ചക്ക് ഭക്ഷണം ഒഴിവാക്കുന്നതുകൊണ്ടൊന്നും മനുഷ്യന്മാർക്ക് വലിയൊരു പ്രശ്നങ്ങളോ പ്രയാസമൊന്നുമില്ല. അതേസമയത്ത് അതിനൊരു നെയ്യത്തും വെച്ചിട്ട് നോമ്പാക്കിയ എളുപ്പമായില്ലേ? നോമ്പ് നിറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ. ഒന്ന് കരുതുക, പിന്നൊന്ന് നോമ്പ് മുറിച്ച് കളയുന്ന വല്ലതും അകത്തേക്ക് പോവാതിരിക്കുക. അത് ഷൂടിച്ചാൽ മതിയല്ല. സുന്നത്ത് നോമ്പാണെങ്കിൽ പിന്നെ ഉച്ചക്ക് മുമ്പ് നിയത്ത് വെച്ചാലും മതിയല്ല. സുന്നത്ത് നോമ്പിന് ഉച്ചക്ക് പിന്നെ നിയത്ത് വെച്ചാലും മതി. അപ്പൊ ഉസ്താദ് സുബൈക്ക് പിന്നെ 4 ദിവസം തിന്നിനെങ്കിൽ അത് പോയി. ഒന്നും തിന്നിട്ടില്ല, സുബൈ നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞ് ഒന്നും തിന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും പള്ളക്ക് പോയിട്ടാ. അങ്ങനെ ഓന് നീയത്ത് വെക്കാൻ മറന്നുപോയി. ഒരു 11:10 ഒരു ഓർമ്മ, ഇന്ന് നോമ്പാക്കിനാ നല്ലുണ്ടായിനെ. നീ എന്തു തിന്നിട്ടാലോ? ഇല്ല. ഒന്നും കുടിച്ചിട്ടാലോ? ഇല്ല. ഒരു നീയത്ത് വെച്ചോ, ഇന്നത്തെ ഈ ദിവസം അല്ലാഹു തആലക്ക് വേണ്ടി സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഞാൻ കരുതി. ഇത് സുബൈക്ക് തന്നെ 6 പിണ്ടിയും 3 മുട്ട വേച്ചും തിന്നെങ്കിൽ ഇത് നോമ്പല്ല, നീയത്ത് വെച്ചിരുന്നും കാര്യമില്ല. അതങ്ങനെ പോയി. പിന്നെ ഉച്ചക്ക് 4 മുട്ട ആംപ്ലേറ്റിനെ തിന്നിട്ട് സമാക്ക്. ഒന്നും തിന്നിട്ടില്ലെങ്കിൽ സുന്നത്ത് നോമ്പിനട്ടാ. ഫർള് നോമ്പിന് രാത്രി തന്നെ നീയത്താക്കണം. ഇനി കൂടുതൽ അറിയണമെന്നുള്ള ഉസ്താദിനോട് കേട്ടോ, എനിക്ക് കൂടുതലൊന്നും അതിന്റെ മസാല അറിയില്ല. ഫർള് നോമ്പിന് രാത്രി തന്നെ വെക്കണം. രാത്രി മറന്നെങ്കിൽ അതിന്റെ വകുപ്പ് എന്ത് നോക്കി ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ വിഷയം. ഏതായാലും ഇൻഷാ അല്ലാഹ് മറ്റേ റജബ് 27 നോമ്പ് സുന്നത്തുണ്ട്. അത് എല്ലാ ഇമാമിങ്ങളും കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നിലേറെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹദീസിലുണ്ട്. അപ്പൊ ആ നോമ്പല്ല നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. മഹാന്മാരൊക്കെ ധാരാളം സുന്നത്ത് നോമ്പും ഖുർആനോത്തും ഇതന്നെയായിരുന്നു അവരുടെ ജീവിതം. ദിക്ർ തന്നെയായിരുന്നു അവരുടെ ജീവിതം. മഹാന്മാർക്ക് ദിക്റില്ലാത്ത സമയമില്ല. അവർക്ക് എപ്പോഴും ദിക്ർ തന്നെയാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാഹ്. ഇതാണ് മഹാന്മാർ. അള്ളാന്റെ ദിക്ർ അതുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. ദിക്ർ കൊണ്ടുവരാനുള്ള നാവ് ചലിക്കുന്നുവെങ്കിൽ അവൻ ദുനിയാവിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ലിസാനുൻ ദാകിർ, ദിക്ർ ചൊല്ലുന്ന നാവ്, ദിക്ർ ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകിയ നാവ്, അത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അവൻ രക്ഷപ്പെട്ടവനാണ് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഹബീബുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വാലിഹീങ്ങളെ കൂടെ കൂടണോ? ഖുർആൻ പറഞ്ഞു, കൂനു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വയുള്ളവരാകണോ. കൂനു മഅസ്സാദിഖീൻ, കൂനു മഅസ്സാദിഖീൻ, സത്യവാന്മാരെ കൂടെ നിങ്ങൾ ചേരുകയും വേണം. സ്വാദിഖീങ്ങളെ കൂടെ, സിദ്ദീഖീങ്ങളെ കൂടെ, സ്വാലിഹീങ്ങളെ കൂടെ അവരോടൊപ്പം വേണം. മുസ്തഫായ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മഹാനായ സഫ്വാൻ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു ചോദിച്ചുവല്ലോ, പൊന്നാര നബിയേ, നിങ്ങളെ വിട്ടിരിക്കാൻ എനിക്കാവില്ല, അതുകൊണ്ട് നിങ്ങളോടൊപ്പം മദീനയിലേക്ക് ഞാനും വരുന്നു നബിയേ. തങ്ങളോടൊപ്പം ഹിജ്റ വരാൻ എനിക്കും താല്പര്യമുണ്ട്. തങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല. തങ്ങളെ പോയാൽ, ഈ നാട് വിട്ടിട്ട് മദീനയിലേക്ക് പോയാൽ ഇവിടെ പിന്നെ എനിക്ക് നബിയെ കാണാൻ കഴിയില്ലല്ലോ നബിയേ, തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ നബിയേ. അതുകൊണ്ട് പൊന്നാര നബിയേ, ഞാനും മദീനയിലേക്ക് വരുന്നു. തങ്ങളോടുള്ള ഇഷ്ടമാണ് എനിക്ക്, തങ്ങളത്ര കണ്ട് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ മർഉ മഅ മൻ അഹബ്ബാ, നീ ആരെയാണോ പിരിശം വെക്കുന്നത് അവരോടൊപ്പമാണ് നാളെ, അവരോടൊപ്പമാ. സ്വാലിഹീങ്ങളോടൊപ്പമാണ് നിന്റെ സമ്പർക്കമെങ്കില്, സ്വാലിഹീങ്ങളോടൊപ്പമാണ് നിന്റെ കൂട്ടെങ്കില്, അവരോടൊപ്പമാണ് നിന്റെ സുഹബത്തെങ്കില്, സഹവാസമെങ്കില്, അവരുടെ സിയാറത്താണ് നിന്റെ ജീവിതചര്യയെങ്കില് നീ രക്ഷപ്പെട്ടു. അല്ലേ, മഹാന്മാർ അങ്ങനെയാണല്ലോ പറഞ്ഞ, സ്വാലിഹീങ്ങളെ കൂടെ നീ കലരണം. സജ്ജനറാസഹവാസ ഹെജ്ജേനൂസവിദന്തെ, അല്ലേ, നിങ്ങളെ ഭാഷ അല്ലത് അല്ലേ? സജ്ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്, അത് വലിയൊരു കാര്യമാണ്. അപ്പൊ അവരുമായിട്ടുള്ള ഒരു ഫാത്തിഹ ഓതി, അവരിലേക്ക് ഒരു യാസീൻ ഓതി, അവരെ സിയാറത്ത് ചെയ്ത്, അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി, ഹയാത്തുള്ളവരാണെങ്കിൽ അവരുമായിട്ട് എപ്പോഴും നല്ല പിരിശപ്പാട് കാണിച്ച്, അവരെ ആദരിച്ച്, അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞ് നല്ലവരെ കൂടെ കൂടിക്കോ. നല്ലവരായ ആലിമീങ്ങളെ മജ്ലിസിലിരുന്നോ. ഇമാം ദൈലിമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാലോ, മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞല്ലോ, മുജാലസത്തുൽ ആലിമി ഇബാദ, ആലിമിന്റെ കൂടെയുള്ള ഒരു ഇരുത്തം, ആലിമിന്റെ കൂടെയുള്ള മജ്ലിസ്. എല്ലാ മജ്ലിസും അല്ല, എല്ലാ മജ്ലിസും അല്ല. ചില മജ്ലിസിൽ ഇരുന്നെങ്കിൽ കുറ്റം കിട്ടും, ചില മജ്ലിസിൽ ഇരുന്നെങ്കിൽ കുറ്റം കിട്ടും. ഇതുപോലെയുള്ള മജ്ലിസ്, പ്രത്യേകിച്ച് ആലിമീങ്ങളുള്ള മജ്ലിസ്, അവിടെ പോയിട്ട് നീ കൂടുക എന്നത് ഇബാദത്താണ്, ചെറിയ കാര്യമൊന്നുമല്ല, അത് ഇബാദത്താണ്. അങ്ങനെയുള്ള മജ്ലിസൊക്കെ നമ്മൾ തേടിപ്പോകണം. അത് എവിടെയുണ്ടെങ്കിലും തേടിപ്പോകണം. അതിന്റെ അർത്ഥം ഉള്ളോ കണ്ടവന്റെ ബാക്കിൽ നിന്നെല്ലാം കൂടണമെന്നല്ല. നല്ല ആൾക്കാരെ നമ്മൾ എപ്പോഴും പിരിശം വെക്കണം, സ്നേഹിക്കണം. നല്ലവരെ കൂടെ കൂടുമ്പോ, അല്ലെങ്കിൽ നല്ലവരോടൊപ്പം ഞങ്ങൾ ചേരുമ്പോ നമുക്ക് ഇനി വലിയൊരു ഖൈറുണ്ട്. നിങ്ങൾ നോക്കൂ, സഹിയായ ഹദീസാണല്ലോ, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞ ചരിത്രമാണല്ലോ, ബുഖാരി മുസ്ലിം അടക്കം പറഞ്ഞതാണല്ലോ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, പണ്ട് കാലത്ത് 100 മനുഷ്യന്മാരെ കൊന്ന ഒരാളുടെ 99 ആളെ കൊന്നയാൾ, 99 ആളെ കൊന്നു, കൊന്നിട്ട് 99 ആളെ കൊന്നിട്ടായി. പിന്നെ അയാൾക്കൊരു ബേജാർ, ഇത് കൊന്നിട്ട് തന്നെ കാലം കഴിഞ്ഞല്ല ഹബീബ്, ഇനി ഇങ്ങനെ പോയെങ്കാവല, എനിക്ക് മരിക്കണ്ടേ. ഇയാൾക്ക് മരിപ്പിന്റെ ഓർമ്മയും പരലോകത്തിന്റെ ഓർമ്മയും എല്ലാം വന്ന പറഞ്ഞ 99 ആളെ ഫിനിഷാക്കി. പിന്നെ അങ്ങനെ അയാളെന്ന് അറിയപ്പെട്ട ഒരു മൂല്യാരുടെ അടുത്തേക്ക് പോയി, ഒരു ആലിമിന്റെ അടുത്തേക്ക്. ആ ആലിമ ഫുൾ ആലിമല്ല, ഒരു അതേസമയത്ത് പഠിപ്പിന്റെ മൂലാറുമല്ല, എന്നാലും എല്ലാം ഉള്ള ആളല്ല. എന്നാലും വലിയ നമ്മൾ ഉസ്താരെ പോലത്തെ ആലിം ബന്ധുവല്ല, കേട്ടനല്ല ഉത്തരം ചെല്ലുന്ന ഒരു ആലിം ബന്ധുവല്ല, ഒരു പാതി മൂലാരെന്ന് പറയാ. അയാളുടെ അടുത്തേക്ക് ഇയാൾ പോയി. ഈ 99 ആളെ കൊന്ന ഈ കൊലയാളി ഇരിപ്പർ ചന്ദ്രന്റെ മൂത്താപ്പ. ഇരിപ്പർ ചന്ദ്രൻ അത്ര ആളെ കൊന്നിട്ട 99 ആളെ കൊന്നിട്ട് പിന്നീട് പശ്ചാത്താപം തോന്നിയ ഇയാൾ ആ മോലിയാരോട് പോയി കേട്ടത്ര, ഉസ്താദേ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. പിന്നെ ഞാൻ വന്നറിയാം, ഞാൻ ഈ 99 ആളെ കൊന്ന കൊലയാളിയാണ്, എനിക്കിപ്പോ തൗബ ചെയ്യണമെന്നുണ്ട്, എനിക്കിത് മതിയായി, എനിക്ക് നാളെ മരിക്കണ്ടേ, എന്നെ അല്ല വിടുവോ, എനിക്ക് അള്ളാഹിനോടൊന്ന് പശ്ചാത്താപിക്കണം, ഖേദിച്ചു മടങ്ങണം എന്ന് പറഞ്ഞപ്പോ ഈ മൗലിയാരി എടുത്ത വായിക്ക് പറഞ്ഞെന്തറിഞ്ഞ 99 ആളെ കൊന്നാളാ, നിങ്ങക്ക് തൗബയില്ല, നിങ്ങൾ ഉള്ള ജാഗല ഇടി വീതു ഇടി എന്ന് ചെല്ലുമ്പോ അയാൾ എന്താക്കി അറിഞ്ഞ
അനക്ക് തോപ്പില്ലേ? ഞാൻ ഉള്ള ജാഗയിൽ ഇടുവോ? എന്നാ ഈ സെഞ്ചുറി എന്നെ ഇരിക്കട്ടെ, അയാളെ കൊന്നു ഷത്തക്ക. അങ്ങനല്ലോ റിയാദുസ് സ്വാലിഹിന്റെ എല്ലാ ഹദീസുണ്ട്. 100 ആളെ വൃത്തിയാക്കിയിട്ട് ഇയാൾക്ക് പിന്നെ അവര് കെട്ടിപ്പിട്ടില്ല. പിന്നെ അയാളെ ഉത്തരം അങ്ങനെ ഇയാൾക്ക് സമാധാനം ഇല്ല. ഇയാളെ സ്വഭാവം അങ്ങനത്തത്, അയാളെ പഠിപ്പ് അങ്ങനത്തത് അല്ലെ. അയാൾ നേരെ ചെല്ലെങ്കിൽ ബാക്കിയാട്ടി ഓന്റെ സ്വഭാവം കുറച്ച് നേരം ഉണ്ടെങ്കിൽ കുറച്ച് അയാൾ ബാക്കിയായിട്ട് ഓൻ സ്വഭാവം തട്ടി. ഏത് പാട്ട് അയാളെ കൊന്നു 100 ആളെ വൃത്തിയാക്കിയതിന്റെ ശേഷം ഇയാളെ മനസ്സിൽ ഇങ്ങനെ, അത് അള്ളാന്റെ ഒരു ഇതാണ്, ഇയാളെ മനസ്സിൽ പിന്നെയും ഒരു വെപ്രാളം, ഒരു ബേജാർ. എന്ത് റബ്ബേ ഇത് മരിക്കാനായി, ഞാനിങ്ങനെ കൊന്നുണ്ടേ പോയെന്നല്ലാതെ എൻ്റെ നന്മൊന്നുമില്ല. അപ്പൊ എനിക്ക് തൗബ, ഞാൻ നാളെ ആഖിറത്തിലെത്തി എന്താവും, ഞങ്ങൾക്ക് നിന്നെ കാണണ്ടേ, നീ എന്നെ എന്ത് ചെയ്യുവല്ല എന്നുള്ള ആ ഖേദം ഇയാളെ മനസ്സിൽ അങ്ങനെ തോന്നി. അവസാനം ഇയാൾ പോയിട്ട് നല്ല 1.5 മുതൽ അരകണ്ട് കാണുമ്പോ ഇപ്പോൾ അങ്ങനത്തെ മൂലമാരെന്നെ കാണണം. കാല് തൊപ്പി ഉണ്ടോ, ലബനാന് തലയിക്കെട്ടുണ്ടോ ജലിച്ചു ഉള്ളോനെല്ലാം മൂല അറക്കാൻ നിൽക്കണ്ട, കാണുമ്പോ കറക്റ്റ് മൂല അര കാണണം. പഠിച്ചോ. എന്നിട്ട് കേട്ടനല്ല ഉത്തരം ചെല്ലാനും പാടില്ല. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് 40 ചോദ്യം ചോദിച്ചപ്പോ 39 ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞത്, എനിക്ക് അതിന്റെ ആൻസർ അറിയില്ല, എനിക്ക് അതിന്റെ ഉത്തരം അറിയില്ല, അറിവുള്ളവരോട് ചോദിച്ചോളൂ, എനിക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞത് ആരറിയുമോ? മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ജമ്മുൽ ജവാമിയുടെ മുഖദ്ദിമയിൽ ഈ സംഭവം കാണാം. അത്രയും വലിയവർ പോലും കാര്യങ്ങൾ പറയാൻ കുറച്ചെങ്കിലും പേടിച്ചു പോയി. ഇന്നിപ്പോ വാട്സപ്പിലുള്ള അഡ്മിൻ എല്ലാം ഹോജറാജാവും ആലിമുൽ അല്ലാമ. നിങ്ങൾ വാട്സപ്പിലേക്ക് ഒരു ചോദ്യം ഇടല, നിങ്ങൾ വാട്സപ്പിലേക്ക് ഒരു ചോദ്യം ഇട്, എങ്ങനത്തെ ആൻസർ വേണം നിങ്ങൾക്ക്? എന്തെല്ലാം ആൻസർ അറിയാം? വാളെടുത്തോറ് വെളിച്ചപ്പാടും ചെല്ലാ മാതിരി അതിലുള്ളവരെല്ലാം ഓരിയാറന്നെ പോ ആൻസർ. ഓൻ പഠിക്കുന്ന പോയിട്ട് ഓൻ കിതാബ് പോയിട്ട് കിതാബിന്റെ പുറം ചട്ട പോലും കണ്ടിട്ടില്ല. എന്നിട്ട് അല്ല സുബൈക്ക് കുനു തോതിയില്ലെങ്കിൽ ഞാൻ ഇന്ന് സുബൈ നിസ്കരിക്കുമ്പോ കുനു തോതിറ്റാ എന്തായി എന്റെ നിസ്കാരം എന്നൊരാൾ ചോദിക്കുമ്പോ ഓന്റെ ആൻസർ ആരാ? മൈൻ അഡ്മിന്റെ ഒക്കെ സുറു തന്നെ നിസ്കരിക്കണോ? സുറു തന്നെ നിസ്കരിക്കണം. അപ്പൊ പിന്നെ ഒരു അഡ്മിന് 3-4 അഡ്മിനുണ്ട്. പിന്നെ എടുത്തോ സുറു തന്നെ നിസ്കരിക്കണമെന്നില്ല എന്നെങ്കിലും അത് ബാക്കിയിലായി. ഞാൻ എനിക്കൊരു ഡൗട്ട് വെച്ചിട്ട് ആൻസർ പറയാൻ കഴിയോ? ഉറപ്പില്ലാത്തൊരു കാര്യം നീ പറയാനേ പാടില്ല. നിനക്ക് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നീ അവിടെ വെക്ക്, നീ അത് പറയാൻ പാടില്ല. നീ ഒരു വേള പറഞ്ഞത് ശരിയാണെങ്കിലും അള്ളാന്റെ അടുക്കൽ തെറ്റാ. ചില മനുഷ്യന്മാർ അങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ നിസ്കാരത്തിന്റെ ഫർള് അപ്പൊ ഞാനൊരു ഉറപ്പില്ല, എന്നാലും ഞാനൊരു ഉള്ള ധാരണയിൽ വെച്ചിട്ട് പറഞ്ഞു നിസ്കാരത്തിന്റെ ഫർള് 14 തോന്നുന്നു. ഈനെയും കേട്ടിട്ട് പോയാ ഉസ്താദ് വരും. ഉസ്താദ് കറക്റ്റ് ചെയ്യില്ല 14 ഉസ്താദ് തോഫ മുഖനി എല്ലാം ഓതിയ മനുഷ്യനല്ലേ? ഉസ്താദ് 14 കറക്റ്റ് പറഞ്ഞു. അപ്പൊ ഈ വന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറയുന്നേ, നിസ്കാരത്തിന്റെ ഫർള് ഞാൻ ഉസ്താദ് കേട്ടു ഉസ്താദ് ചെല്ലി 14. അപ്പൊ ഞാൻ ചെന്നവനോട് എന്ത് പറഞ്ഞാ, അതാ കണ്ട ഞാൻ 30 ചെല്ലിട്ടേ 14. 30 നീ ചെല്ലിയത് ഉറപ്പില്ലാതെയാണ്. ആ ചെല്ലിയത് അള്ളാന്റെ അടുക്കൽ തെറ്റാ. അത് ശരിയാണെങ്കിലും തെറ്റാ, കാരണം നിനക്ക് ഉറപ്പില്ല. നീ ഒരു അന്താജ് ആണ് പറയാൻ പാടില്ല. ദീനാണത്. അത് കണ്ടവരെല്ലാം കാര്യം മസാല പറയേണ്ടതല്ല. പഠിക്കുമ്പോ നന്നായി പഠിക്കണം. അല്ലാഹു ഞങ്ങളെ ഉഖറവിയായ ആലിമാക്കട്ടെ. അല്ലാഹു ഞങ്ങളെ ഇഖ്ലാസുൽ ആലിമാക്കട്ടെ, ആലിമീങ്ങളായ ആലിമാക്കട്ടെ. നമ്മുടെ ഇൽമിൽ അല്ലാഹു സിയാദത്തും ബർക്കത്തും നൽകട്ടെ. പഠിക്കണം, നല്ലോണം പഠിക്കണം. പഠിപ്പുള്ള വലിയ ആലിമീങ്ങളെ കണ്ടിട്ട് കേട്ട് പഠിക്കണം. പാതി പഠിച്ചെങ്കിൽ പോയി, പാതി കേട്ടങ്ങും പോയി. പണ്ടൊരു മുദ്ദർസിൽ ഇങ്ങനെ 10 ഓതുമ്പോ ഉസ്താദ് ചൊല്ലി കൊടുത്തോലോ, കിബിലാന്റെ ഭാഗത്തേക്ക് മുന്നിട്ടിട്ട് മൂത്രിക്കാൻ പാടില്ല, കറാഹത്താണ്. കിബിലാന്റെ ഭാഗത്തേക്ക് മറയില്ലാതെ കിതാബിലുണ്ടത്, മറയില്ലാതെ. പക്ഷെ ഈ കിടായിന്റെ ഇടയിൽ എന്തോ പെണ്ണെടുക്കുന്ന കൗചിരി മറയില്ലാതെ എന്നത് കേട്ടിട്ടാ. കിട കേട്ടെന്തെന്ന് കിബിലാന്റെ ഭാഗത്തേക്ക് മുന്നിട്ടിട്ട് മൂത്രിക്കാൻ പാടില്ല, മറയില്ലാതെ എന്ന് ഉസ്താദ് പറഞ്ഞേ. അത് കിതാബിലുണ്ടോ? അത് ഈ കിട കേട്ടിട്ടാ. കിട കേട്ടത് ഇത്ര മാത്രം. അങ്ങനെ കിട ഇത് കേട്ടിട്ട് അന്ന് വേടയച്ച അത്ര കേട്ട് അത്ര മനസ്സിലാക്കി കിതാബ് മടക്കി വെച്ച് നേരെ അന്ന് വേടയച്ചനെ നൊത്തേക്ക് വിട്ടു. വേടയച്ചല്ലേ അവത്തേക്ക് പോകുമ്പോ ബാപ്പ അടമൂത്തിരിക്കുന്നുണ്ട്. ബസ് ഇറങ്ങിയിട്ട് ഗേറ്റും കിടന്നിട്ട് ഇപ്പന്റെ കമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ ഉപ്പ ജഗ്ഗില് തണ്ണിയും പിടിച്ചിട്ട് പോയിട്ട് അടമൂത്തിരിക്കുന്നുണ്ട്. പണ്ട് എല്ലാ പുരലും ഉണ്ടാവും ചെറിയൊരു മറ ഒരു സൈഡില് ഇല്ലേ? ഇന്ന് പിന്നെ ഉള്ളിൽ എന്നല്ലേ? ഇന്നെല്ലാം ഉള്ളില്, പുറത്തുള്ളതെല്ലാം ഉള്ളില്, ഉള്ളിലുള്ളതെല്ലാം പുറത്തിപ്പോ. പണ്ട് നമുക്ക് മൂത്രിക്കാനോ കാട്ടിക്കാനോ മുട്ടിയെങ്കിലും ഓടണോ ഓട്ടം കാട്ടിലേക്ക്. ഇപ്പൊ കാറ്റിലുള്ള ഓടണോ ഓട്ടം ഉള്ളിലേക്ക്. കാരണം എന്താ? അതിന്റെ ഉള്ളിലാണ് യൂറോപ്പ് ടോയ്ലറ്റ്, ഇന്ത്യൻ ടോയ്ലറ്റ്.
എല്ലാം ഇവിടെ ഓപ്പോസിറ്റ്, എല്ലാം ഉൾട്ടാ പേശ്. അങ്ങനെ ഈ കിടാവ് വരുമ്പോ ഉപ്പ ജഗ്ഗില് തണ്ണിയും പിടിച്ചിട്ട് പോന്നു. അവിടെ ഇരുന്നിട്ട് ബീത്തുന്നു. ഉപ്പ ബീത്തുന്നത് കറക്റ്റ് മസാല അനുസരിച്ച് തന്നെ, അതായത് മറവുള്ള ഇതിന്റെ ഉള്ളില് ബീത്നയാണ്. പക്ഷെ മറന്റെ ഉള്ളിൽ പിന്നെ കിബിലാക്ക് മുന്നിടുന്നു പിന്നിടുന്നു എന്നത് വിഷയമല്ല. മുന്നിടരുത് അഥവാണ്. എന്നാലും അവിടെ എന്തല്ല കറാഹത്തൊന്നും വരാല്ല. മറവുണ്ടല്ലോ, മറവുണ്ടെങ്കിൽ പിന്നെ ആ വിഷയമില്ല. ഇപ്പൊ എന്താക്കുന്ന അങ്ങനെ ജഗ്ഗിലും പിടിച്ചിട്ട് ഇങ്ങനെ മൂത്രിക്കുന്നു. ഇത് കിടാ കണ്ട പാട് നേരെ വന്ന് ഉപ്പ മൂത്രിച്ചിട്ട് വരാൻ കാത്ത് കിടാ ഉപ്പ വന്നപ്പോ പുറത്തൊക്കെ വന്നിട്ട് എന്റെ മോനെ ഇപ്പൊ വന്നേ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഞാൻ ഇപ്പൊ വന്നപ്പോ നിങ്ങൾ കിബിലന്റെ ഭാഗത്തേക്ക് മുന്നിട്ടിട്ട് ബീറ്റിയതാ. മോനെ പാടില്ല, ഞങ്ങൾക്ക് ഉസ്താദ് ചൊല്ലി തന്നു. നീ ഉസ്താദ് അതിന്റെ അപ്പുറം ചൊല്ലി കൊടുത്തിനി. മറയില്ലെങ്കിൽ മാത്രം പാടില്ല, മറ ഉണ്ടെങ്കിൽ പറ്റുമോ? അതീ കിടാവ് കേട്ടിട്ട് ആയി ഉപ്പ അത്ര കേട്ട് മുണ്ടാണ്ടിരുന്നു. കിടാവ് പിറ്റേന്ന് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പോയിട്ടാ ഉസ്താദ് അതിന്റെ അപ്പുറം ഓതി കൊടുത്തു. മറ കൂടാതെ കിബിലാക്ക് പിന്നിട്ടിട്ടും പാടില്ല. അപ്പോഴും മറ കൂടാതെ കിബിലാക്ക് പിന്നിട്ടിട്ട് പാടില്ല എന്നാണ് ഉസ്താദ് കൊടുത്തത്. പക്ഷെ കിടാ കേട്ടതറിയോ? കിബിലാക്ക് പിന്നിട്ടിട്ട് പാടില്ല. മറ കൂടാന്ന് കേട്ടിട്ട, മറ കൂടാതെ കേട്ടിട്ട. ആയി കിടാ അതും പഠിച്ച് അങ്ങനെ വെച്ച് അങ്ങനെ അവസാനം അന്നത്തെ വ്യാഴാഴ്ച ചവിട്ടേക്ക് വന്നു. വരുമ്പോ അന്ന് ഉപ്പ കിബിലാക്ക് പിന്നിട്ടിട്ട് മുദ്ര വിത്താണെന്ന്. ഉപ്പ വിത്ത് തെറ്റല്ല, മറയുണ്ട്, മറന്റെ ഉള്ളിൽ കിബിലാന്റെ പിന്നിട്ടിട്ട് വിത്ത്. അങ്ങനെ ഉപ്പ പുറത്തേക്ക് വരാൻ കിടാ കാത്തിട്ടാകുമ്പോ എന്തുപ്പാ അസ്സലാമു അലൈക്കും റാത്തലുപ്പാ റാത്തലും ഉപ്പ കിബിലാക്ക് പിന്നിട്ടിട്ട് മുദ്ര വിത്തിയ പാടില്ല എന്ന് ഫത്തുൽ മീനിലുണ്ട്. ഫത്തുൽ മീനിലുള്ള അങ്ങനെ മറ കൂടാതെ പാടില്ല. കിടാ കേട്ടത് പിന്നിട്ടിട്ട് പാടില്ല. അപ്പൊ ഉപ്പ ചൊല്ലിയല്ലോ, ആയി മോനെ ആയി ഞാനത് പഠിച്ചിട്ടില്ല. നീ ചെല്ലല്ലേ, എന്നെ ശ്രദ്ധിക്കാം. ആയി അങ്ങനെ കിടാ അന്നത്തെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് അന്നും പോയിട്ട് പിറ്റേത്തെ ആഴ്ച കിടാ ഇതേപോലെ വ്യാഴാഴ്ച വരുമ്പോ വ്യാഴാഴ്ച ചവിട്ടേക്ക് വരുമ്പോ ഉമ്മ കിടാന്റെ ബാപ്പാനെ വിളിച്ചിട്ട് ചെന്നാലേ നിങ്ങൾ ഏണ്ടിയില് വരി, എന്തേ നിങ്ങക്ക് ബീത്താനുണ്ടെങ്കിൽ ബീത്തി മോൻ വരുന്നു. കാരണം വന്നിട്ട് അങ്ങാവല ഇങ്ങാവല ചെല്ലെങ്കിൽ ബീത്തടിയ. അപ്പൊ അത് പഠിച്ചിട്ട് മട്ടം പോലെ ചെല്ലെങ്കിലും ഉമ്മക്ക് ഇത് ചെല്ലേണ്ടി വരലേ. ഉമ്മ ചെന്നാലോ ബാപ്പാന്റെ നിങ്ങക്ക് ബീത്താനുണ്ടെങ്കിൽ ബീത്തിരി മോൻ വന്നുള്ളൂ. മറയില്ലെങ്കിലാണ് ഈ പ്രശ്നം. ഞാൻ പറഞ്ഞറിയോ, പഠിക്കുമ്പോൾ നന്നായി പഠിക്കണം. നല്ലവരോട്, നല്ല തടക്കവും പടക്കവും ഉള്ളവരോട് കേട്ടു പഠിക്കണം, ധാരാളം പഠിക്കണം. പഠിപ്പ് എന്നത് മുസ്ലിമിന്റെ കളഞ്ഞുപോയ സ്വത്താണ്. ഇൽമെന്നത് മുസ്ലിമായ മനുഷ്യന്റെ, മുഅ്മിനായ മനുഷ്യന്റെ വീണുപോയ സ്വത്താണ്. അത് എവിടെ കണ്ടാലും നിങ്ങൾ പിറക്കിയെടുക്കണമെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹ്. ഇൽമ എന്നത് വലിയ ഭാഗ്യമാ. ഞങ്ങളെ ഇൽമ കൊണ്ടല്ലാഹു ഞങ്ങളെ ആഖിറത്തിന് ഗുണം തരട്ടെ. ഞങ്ങളെ ഇൽമ കൊണ്ടല്ലാഹു സമുദായത്തിന് ഗുണം നൽകട്ടെ. ഞങ്ങളെ ഇൽമ കൊണ്ടല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങളെ ഇൽമ അല്ലാഹു നാഫിആക്കട്ടെ.